കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാഴ്ചകളിലൊന്ന് എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി പിളർന്ന് അവരുടെ രാജ്യസഭാ മെമ്പർമാരായിട്ടുള്ള 7 MP കൂടി BJPയിലേക്ക് ചേരുന്നതാണ്. അപ്പോൾ അത് കണ്ട് നടുങ്ങി നിന്നിട്ടുള്ള ഒരു ഇന്ത്യൻ സമൂഹം പിന്നീട് കാണുന്നത് മമതാ ബാനർജിയുടെ പാർട്ടി തന്നെ ഇല്ലാതാവുകയും ഔദ്യോഗിക പക്ഷം അവരുടെ വിമതപക്ഷമായി തന്നെ മാറുകയും ആ വിമതരൊക്കെ തന്നെ BJPയുടെ കളികൾക്കനുസരിച്ച് ചരടുവലികൾക്കനുസരിച്ച് താളം തുള്ളുന്നതുമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വെസ്റ്റ് ബംഗാളിൽ പോലും ഒരു പ്രതിപക്ഷം ഇല്ലാതാകുന്ന കാഴ്ച കണ്ടു. കൂടാതെ വെസ്റ്റ് ബംഗാളിൽ ചരിത്രത്തിൽ ആദ്യമായി BJP ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു, സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അപ്രമാദിത്വം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആഴ്ചകൾക്ക് മുമ്പ് വരെ നമ്മൾ വിചാരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കാണുന്നത് നേരെ തിരിച്ചാണ്. യഥാർത്ഥത്തിൽ 35 ദിവസങ്ങൾ പരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിഷേധം കൊണ്ട് മോദി ഗവൺമെൻറ്റിനെ ആകെ വിറപ്പിക്കാനായിട്ട് ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെ കൃത്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഫോം ചെയ്യാത്ത ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സൂര്യകാന്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ നിന്ന് മാത്രം രൂപം കൊണ്ടിട്ടുള്ള ഒരു പാർട്ടി, അഥവാ ഒരു പാർട്ടി എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഒരു സോഷ്യൽ മീഡിയയിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ തലകീഴ് മറിക്കുന്നതും അവരുമായി നിരന്തരമായി നമ്മുടെ മന്ത്രിമാർ ഇപ്പോൾ ചർച്ച നടത്തേണ്ടി വരികയും ഏറ്റവും ഒടുവിൽ അവരുടെ ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്ന് പറയുന്നതിൻ്റെ അടുത്തേക്കെങ്കിലും എത്തുന്നു എന്ന് പറയുന്ന തോന്നലുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാതിരിക്കാൻ വേണ്ടി വലിയ പഠിച്ച പണി 18 പയറ്റുകയാണ് BJP. അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ നേതൃത്വം കൊടുക്കുന്നത് വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന് കൂടിയാണ് എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ 1,37,000 വരുന്ന മെഡിക്കൽ കോളേജ് MBBS സീറ്റുകളിൽ ഏതാണ്ട് ഒരു 18,000-20,000 സീറ്റുകൾ വിറ്റാൽ കിട്ടുന്നത് 80,000-85,000 കോടി രൂപയാണ്. ആ കോടി രൂപ പലപ്പോഴും ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകൾക്കെല്ലാം തന്നെ കിട്ടുമ്പോൾ ആ കോളേജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വലിയ വിഭവ സമാഹരണം നടത്താൻ BJPക്ക് കൂടി കഴിയുന്നുണ്ട്. അതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ ആണ് എന്നുള്ളത് കൂടിയാണ്. ഇദ്ദേഹം ബജ്രംഗ് ദളിൻ്റെ നാഷണൽ നേതാവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. RSSകാരനായിരുന്നു, വളരെ ലോയലായിട്ടുള്ള 40 കൊല്ലത്തേക്ക്. ഒറീസയിൽ നിന്നുള്ള OBC വിഭാഗക്കാരനായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമുക്കറിയാം. ഇതിനെല്ലാറ്റിനും ഉപരി അദ്ദേഹം അറിയപ്പെടുന്നത് മണിമാൻ എന്നുള്ള പേരിലാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ വകുപ്പുകൾ മാറ്റിക്കൊണ്ടെങ്കിലും നിലനിർത്താൻ കഴിയുമോ എന്ന് പറയുന്ന വലിയ പരിശ്രമത്തിലാണ് നരേന്ദ്രമോദിയും കൂട്ടരുമൊക്കെ തന്നെ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കാണാത്ത രീതിയിലുള്ള വലിയ ബഹുജന പ്രതിഷേധമുണ്ടായിരിക്കുന്നു. ആ രോഷം ഇന്ത്യ മുഴുവൻ ആളിക്കത്താൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനു മുമ്പിൽ ഇനി അധിക കാലം പിടിച്ചു നിൽക്കൽ എളുപ്പമാവില്ല BJPക്ക് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. BJPക്കുള്ളിൽ നിന്ന് തന്നെ മുരളി മനോഹർ ജോഷിയെ പോലെ RSSൻ്റെ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭഗവത്തിനെ പോലെയുള്ള ആളുകൾ പോലും അനിഷ്ടവും ഈ പറയുന്ന പോലെ അവരുടെ ഇഷ്ടക്കേടുകളും ഒക്കെ തന്നെ തുറന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൂടാതെ ഇത് പിടിച്ചാൽ കിട്ടാത്ത പ്രക്ഷോഭമാണെന്നും ഇത് എത്രയും പെട്ടെന്ന് സമരസത്തോടുകൂടി അവരോട് സംസാരിച്ചു കൊണ്ട് തന്നെ ഒരു സമന്വയത്തിൽ ഒത്തുതീർപ്പാക്കണമെന്നുമൊക്കെ ഇൻ്റലിജൻസ് ബ്യൂറോകളടക്കമുള്ള കേന്ദ്ര ഏജൻസികളുമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിരവധി ചർച്ചകൾ നടത്തിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഏറ്റവും ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാനെ രക്ഷിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഒരു കാര്യമാണ് എനിക്ക് നരേന്ദ്രമോദിയും കൂട്ടരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനെ രക്ഷിച്ചെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൊടുക്കേണ്ടി വരുന്ന വില ഒരുപക്ഷെ സ്വന്തം കസേര തന്നെ ആയിരിക്കും എന്നുള്ളത് നരേന്ദ്രമോദി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കാരണം ഇപ്പോൾ തൽക്കാലത്തേക്ക് താങ്കൾക്ക് ഭീഷണിയൊന്നുമില്ലെങ്കിൽ പോലും BJPക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. 2024 60 സീറ്റുകൾക്ക് താഴേക്ക് പോന്നപ്പോൾ ഒറ്റക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ BJPക്കുള്ളിൽ വലിയ പാളയത്തിൽ പട തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്ക് അദ്ദേഹത്തിന് നേരിടാൻ കഴിഞ്ഞത്, ശമിപ്പിക്കാൻ കഴിഞ്ഞത് മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും ഒക്കെ തന്നെ വലിയ വിജയങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ വീണ്ടും നില കുറച്ചുകൂടി അപകടത്തിലായിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ കാര്യത്തിൽ RSS കൂടി കടുത്ത അസംതൃപ്തിയിലാണ്.
ഇനി ഇവരൊന്നും അസംതൃപ്തിയിലാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ NTA എന്ന് പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ഞങ്ങൾ ബലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കള്ളം പറഞ്ഞുകൊണ്ട് 47 പേരെ ഞങ്ങൾ പുറത്താക്കി എന്നുള്ള കള്ളം പറഞ്ഞുകൊണ്ട്, കാരണം അവിടെ 47 പേര് പുറത്താക്കാനില്ല, ആകെയുള്ള സ്റ്റാഫുകൾ പെർമനൻ്റ് ആയിട്ടുള്ളത് 39 പേരാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്നിട്ടുള്ളത്. അതിൽ 15 എണ്ണം ഇപ്പം തന്നെ അവധിയിലാണ്. അപ്പോൾ ബാക്കി വേക്കൻസി ആയിട്ട് 15 എണ്ണം ഉണ്ട്, ബാക്കി 24 പേരേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് 47 പേരെ പുറത്താക്കുന്നത്? അപ്പോൾ അങ്ങനെ പുറത്താക്കി എന്ന് പറയുന്ന കള്ളങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ ശ്രമമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നടത്തിയാൽ നിങ്ങളോടുള്ള അനിഷ്ടം ജനങ്ങളുടെ മാറില്ല എന്നുള്ളത് മാത്രമല്ല, അത് ദേശീയമായി മാറാനും ഇന്ത്യ മുഴുവൻ പടരുന്ന വലിയ പ്രക്ഷോഭമായി മാറാനൊന്നും അധികം സമയമെടുക്കില്ല എന്നുള്ളത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടരുമൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ വന്നാൽ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കാത്തിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് 2026 2029 വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരും എന്നുള്ളത് കൂടി നിങ്ങൾ മറന്നു പോകരുത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ കടപുഴക്കി എറിയാനുള്ള 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, നിങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള രാമൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾ കെട്ടിപ്പൊക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്കൊരു വിശ്വാസവുമില്ലെന്നും നിങ്ങൾ രാമൻ്റെ ക്ഷേത്രമായിട്ടുള്ള അയോധ്യയിൽ നിന്ന് പോലും 1500 കോടി രൂപ കൊള്ളയടിച്ചവരാണെന്നും ആ കൊള്ളയടിച്ചത് അറിഞ്ഞിട്ടും നിങ്ങൾ അതിൻ്റെ പുറത്തൊരു നടപടിയെടുക്കാത്തവരാണെന്നും മിണ്ടാതിരുന്നവരാണെന്നുമുള്ള ഒരു ചീത്തപ്പേര് നിങ്ങളിലുണ്ടായിരിക്കുന്നു. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 22ഓളം വരുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടും അതിൻ്റെ മുമ്പിൽ ഒരു നടപടിയെടുക്കാതിരുന്നവരാണെന്നും അതിൽ ഒരു ഉദ്യോഗസ്ഥനെ പോലും നിങ്ങൾ മാറ്റിയില്ലെന്നും ശിക്ഷിക്കപ്പെട്ടില്ലെന്നും അത്രമാത്രം അലസമായി ഈ പറയുന്ന 6,60,00,000 പേർക്ക് പരീക്ഷ നടത്തേണ്ട കഴിഞ്ഞ NTA രൂപീകരിച്ചതിന് ശേഷം 270 പരീക്ഷകളിലായി 6,60,00,000 പേർ പരീക്ഷ എഴുതിയ ഒരു സംവിധാനത്തിൽ പോലും നിങ്ങൾ അങ്ങേയറ്റം അലംഭാവത്തോടെ കൈകാര്യം ചെയ്തിരുന്നവരാണെന്നും, കൂടാതെ അതിൻ്റെ പുറകിൽ നടക്കുന്ന എല്ലാ അഴിമതികളിലും പലപ്പോഴും നിങ്ങളുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ആളുകളുടെ കൈകളുണ്ടായിരുന്നു എന്നുള്ള വിശ്വാസം ഇന്ത്യയിൽ ബലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നരേന്ദ്രമോദി മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ രക്ഷിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഓരോ ശ്രമത്തിലും അത് നിങ്ങൾക്ക് തന്നെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് സമാനമായിരിക്കും എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ, ധർമ്മേന്ദ്ര പ്രധാനെ നിങ്ങൾ രക്ഷിച്ചെടുത്താൽ, ഈ സമരത്തെ നിങ്ങൾ അടിച്ചമർത്തിയാൽ, ആ കനൽ അവിടെ തന്നെ ഇന്ത്യൻ മനസ്സിൽ കിടക്കും. ആ ഇന്ത്യൻ ജനത 2029 അതിന് പകരം ചോദിക്കുക തന്നെ ചെയ്യും. അതിന് കൊടുക്കേണ്ടി വരുന്ന വില നിങ്ങളുടെ കസേര കൂടി ആയിരിക്കും എന്നുള്ളത് ഞാൻ വളരെ വിനയപൂർവ്വം പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയെ ഓർമ്മപ്പെടുത്തട്ടെ.